നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ഒരുപാട് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാശിക്കാരുടെ ജീവിതത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു വർഷം തന്നെയാണ് 2025 എന്ന് പറയുന്നത്. ഇവിടെ നവഗ്രഹങ്ങളിൽ രാഹു, കേതു എന്നിവ നിഴൽഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും രാഹുവിന്റെയും കേതുവിന്റെയും മാറ്റം മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഏകദേശം 1.5 വർഷക്കാലമാണ് രാഹു ഒരു രാശിയിൽ തുടരുന്നത്. അങ്ങനെ 1.5 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഈ ഒരു രാഹുവിന്റെ മാറ്റം മൂലം ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 2025 മെയ് 18 ഉണ്ടാകാൻ പോകുന്ന രാഹുവിന്റെ മാറ്റം മൂലം ചിങ്ങം രാശിക്കാരുടെ 7ാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത്. പ്രത്യേകിച്ച് 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. കൂടാതെ പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നല്ല നല്ല പാർട്ട്നേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താനും അതുവഴി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, രാഹു എന്ന് പറയുന്നത് ഒരു നിഴൽ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരായ മാർഗത്തെക്കാൾ കൂടുതൽ വളഞ്ഞ വഴിയിലൂടെ പണം ഉണ്ടാക്കാനായിരിക്കും എപ്പോഴും ഈ രാഹു നമ്മളെ തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുവിന്റെ ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൂടിച്ചേരുന്ന ആളുകൾ അവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ മുമ്പോട്ട് പോകുക. നല്ല രീതിയിൽ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഈ രാഹുവിന്റെ ഈ ഒരു 7ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂലം നിങ്ങൾക്ക് ഒരുപാട് ധനസമൃദ്ധി ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. എന്നിരുന്നാലും 7ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിയെ കൂടി സൂചിപ്പിക്കുന്ന ഭാവമായതുകൊണ്ട് പങ്കാളിയുടെ കാര്യത്തിൽ നമ്മൾ കൃത്യമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ തീർച്ചയായും അത് നമുക്ക് റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും, തിരിച്ച് അടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പങ്കാളിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം കൂടിയാണ്. പങ്കാളിയുടെ കുടുംബക്കാരുമായിട്ട് കൂടുതൽ അടുക്കുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ മൂലം അസൂയക്കാരെ കൊണ്ട് ചെറിയ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന എല്ലാ നേട്ടങ്ങളെയും നമ്മൾ ഉള്ളിലേക്ക് തന്നെ ഒതുക്കി വയ്ക്കുക. മാക്സിമം ഇത് ആരിലേക്കും ഷെയർ ചെയ്യാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് വിദേശത്തൊക്കെ നല്ല രീതിയിൽ ബിസിനസ് മാർഗങ്ങളൊക്കെ വരുന്നതാണ്. ചെറിയ രീതിയിലൊക്കെ ബിസിനസ് തുടങ്ങിയാൽ പോലും വിജയിക്കാൻ സാധ്യതകളൊക്കെ വന്നു ചേരുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിഴൽഗ്രഹമായതുകൊണ്ട് തന്നെ നമ്മൾ രാഹുവിന്റെ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം മുമ്പോട്ട് പോകേണ്ടതാണ്. നമ്മുടെ സത്യസന്ധതയും കഠിനാധ്വാനവുമാണ് എപ്പോഴും ഊന്നി നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പല കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. നാഗങ്ങളെ കൂടുതൽ ആരാധിക്കുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ലഭിക്കുന്നതാണ്.